പാറുവിന് എന്ത് തരം ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കുമ്പോഴാണ് പാറു ഭയങ്കര ഹാപ്പിയാവും? സർപ്രൈസ് പല രീതിയിലുണ്ടല്ലോ, എങ്കിലും എങ്ങനെ ഒരു സർപ്രൈസ് ചെയ്യുന്ന സമയത്താണ് പാറുവിന് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്? ഞാൻ വേറൊന്നും ചോദിക്കാറൊന്നുമില്ല. അതാണ് അല്ല. ഓക്കെ, എന്താ? ചേട്ടനെ കണ്ടാ മതി. ചേട്ടനാണ് വലിയ ഗിഫ്റ്റ് എന്നൊക്കെ? അല്ല, ഞങ്ങള് വല്ലപ്പോഴൊക്കെ ഇല്ലേ കാണുള്ളൂ. അപ്പൊ ആളെ കണ്ടാ മതി. അല്ലെങ്കിൽ കോളിങ് മാത്രല്ലേ ഉള്ളൂ. കണ്ടാ മതി. കണ്ടാ മതി എനിക്ക്. ഓക്കെ, എനിക്കത് കണ്ടാ മതി. അപ്പം തന്നെ ഉമ്മ ശരിയപ്പോ താറ്റാബാസി ആള് ഓക്കെയാണ്. ഓക്കെയാണ്. അതൊക്കെ ശരി. ടൈപ്പ് ചെയ്ത് എന്താ? ഉമ്മ. ഉമ്മയോ? അതാണ് വലിയ ഗിഫ്റ്റ്. നേരിട്ട് കണ്ട സന്തോഷം കാണും ഒരു ഉമ്മ, അപ്പൊ ഡബിൾ ഹാപ്പി എന്നൊക്കെ. ഡ്രീം ഒരു യാത്ര? ഞാൻ കോമഡി എഴുതി വെച്ചിട്ടുണ്ടേ. ചേട്ടൻ സ്ഥിരം പറയുന്നത് ചേട്ടന് ഗോവയെ പട്ടായ വേസ്റ്റ് കളഞ്ഞു. പട്ടായ മാത്രം എഴുതി വെച്ചു. ഇത് തന്നെ എപ്പോഴും പറയുന്നത്. ആദ്യം തന്നെ പട്ടായ രണ്ടുപേര് എഴുതിയ സ്ഥിതിക്ക് പട്ടായ തന്നെ ആദ്യം പോകാൻ പറ്റട്ടെ. പക്ഷെ പട്ടായയിൽ എന്താ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളത് കപ്പിൾസിന്? ചേട്ടൻ എപ്പോഴും ക്യാമറമാനൊരു നോട്ടം. നിറയെ പുഴകളുണ്ട്, അതിവിടെ ഉണ്ടല്ലോ, വെള്ളങ്ങളുണ്ട്. അതിവിടെ ഉണ്ടല്ലോ. അതെ, പുള്ളിക്കാരി എവിടെ പോയിട്ട് കാണിച്ചു കൊടുക്കണം. ഒന്നും വന്നോ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അവിടെ കാണണ്ട. കാണണ്ട. ഓക്കെ. ഈ പ്രേമിക്കുന്ന സമയത്ത് ഇതെങ്കിലും നമുക്കൊരു പൈങ്കിളി പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ. റിയൽ ലൈഫിൽ വരുമ്പോ അത്ര പൈങ്കിളിയാണോ? അങ്ങനെ നമ്മളല്ലാതെയും പൈങ്കിളി അങ്ങനെ ഇല്ലല്ലോ. സംശയത്തിന് ചോദിക്കേണ്ട എല്ലാവരും പറഞ്ഞൂടെ? നിങ്ങൾ അങ്ങനെ പൈങ്കിളി കപ്പിൾസ് അല്ല. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ് അല്ലേ? നമുക്ക് നമ്മളെ സ്നേഹിച്ച പെൺകൊച്ചിനെ തന്നെ നമുക്ക് താലി കെട്ടാൻ പറ്റാന്ന് പറയണ ആ മൊമെന്റ് ഭയങ്കര സന്തോഷമുള്ളതായിരിക്കും. അത് നിങ്ങൾക്ക് ടെൻഷൻ ആണെങ്കിൽ അതും ഭയങ്കര ആസ്വദിച്ചിട്ടുണ്ടാവില്ലേ രണ്ടുപേരും? ടെൻഷനായാലും അതൊരു എനിക്കത് പാർവതി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കല്യാണം കഴിച്ചല്ലേ? അല്ല, ചേട്ടനെ കാണാല്ലോ. അത് കൊറേ നാൾക്ക് ശേഷം പിന്നെ അപ്പോഴാണ്. എത്ര നാൾക്ക് ശേഷം പിന്നെ കല്യാണം ഫിക്സ് ചെയ്തിട്ട് കാണണേ? ഞങ്ങള് ബെസ്റ്റ് മൊമെന്റിലൊന്നും ഞങ്ങള് കണ്ടിട്ടില്ലേ. വീട്ടുകാരെ സമ്മതിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ അടുത്താണെങ്കിൽ നമുക്ക് കാണാല്ലോ. വീട്ടുകാരെ സമ്മതിച്ച നാളെ നമുക്ക് മീറ്റ് ചെയ്ത് കാണാൻ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഞങ്ങള് കണ്ടിട്ടില്ലേ. ചേട്ടൻ പിന്നെ സംസാരം. പക്ഷെ തിരുവനന്തപുരം സ്ലാങ് ഇല്ലല്ലോ ആൾക്ക്. സംസാരിച്ച് പോയതാ. ആണോ? ആദ്യം ഉണ്ടായിരുന്നോ? ഈ രണ്ട് ജില്ലകളാവുമ്പോഴേ ചില വാക്കുകളൊന്നും മനസ്സിലാവില്ലല്ലോ. ഞാൻ എന്തൊരെന്ന് പറയപ്പോ ചേട്ടാ എന്ത് വിട്ടാന്ന് പറയും. അങ്ങനെ പിന്നീട് ഞാൻ തന്നെ അത് പിന്നെ എന്തെന്നാക്കി എന്താന്ന് ചോദിച്ചു.